യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് യേശുവിൻ്റെ വചനവുമായി നിങ്ങളെ ഒരിക്കൽ കൂടെ അഭിസംബോധന ചെയ്യാൻ യേശുവപ്പ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഓരോ ദിവസവും നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ചൂടേറിയ മരുഭൂമിയിൽ പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും നമുക്ക് നേരെ വന്നപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ടപ്പോൾ നാം അറിയാതെ നമുക്ക് വേണ്ടി പാത ഒരുക്കി, അനുഗ്രഹം നൽകി, ആഹാരവും ആരോഗ്യവും നൽകി. എല്ലാ ദിവസവും ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ പരിപാലിക്കുന്നത് പോലെ നമ്മെ പരിപാലിച്ച് നടത്തുന്ന ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതവുമായി ചാലിച്ച് തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ കോർത്തിണക്കിക്കൊണ്ട് തിമോഥെയോസിനെ ബലപ്പെടുത്തുന്ന, തിമോഥെയോസിൽ കൂടെ സന്ദേശം കൈമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. പ്രസംഗം നിവർത്തിപ്പാൻ, തൻ്റെ പ്രസംഗത്തെ നിവർത്തിപ്പിക്കാതിരിക്കാൻ, പ്രസംഗിപ്പിക്കാതിരിക്കാൻ, ശുശ്രൂഷ വെളിപ്പെടാതിരിക്കാൻ, വചനം വെളിപ്പെടാതിരിക്കാൻ, ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ പദ്ധതി, ആ ശുശ്രൂഷ തന്നിൽ നിറവേറാതെ ഇരിക്കാൻ പൗലോസിന് ഭയങ്കര പോരാട്ടങ്ങളുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, താൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പ്രവാചകന്മാരുടെ കൂടെ, പുരോഹിതന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും ശൗലിനെയും പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നത് കാണാൻ കഴിയും. അവിടെ മുതൽ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധികളും യുദ്ധങ്ങളും വേദനകളും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പൗലോസ് ഒരു സാധാരണപ്പെട്ടവനല്ലായിരുന്നു. ബുദ്ധി കൊണ്ടവൻ, കനശാലിയായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ളവൻ, തറവാടുപരമായി നല്ല പണമുള്ള ഒരു കുടുംബം, കപ്പലുകൾ വരെ സ്വന്തമായുള്ള ഒരു കുടുംബം. അപ്പോൾ തന്നെ ഗമാലിയലിന്റെ വാദവിടത്തിരുന്ന് പഠിച്ചവനാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് പൗലോസ് പരീശനാണ്. ന്യായപ്രമാണത്തെ അരച്ച് കുടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കയ്യിലുള്ളവൻ, രക്ഷിക്കപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ടവരെ വെട്ടി അരിഞ്ഞ് വാഴപ്പുണ്ടി വെട്ടിയിടുന്നത് പോലെ വെട്ടിക്കൊല്ലാൻ അധികാരം പൗലോസിനുണ്ടായിരുന്നു. ഒരു മത തീവ്രവാദിയായിരുന്നു. യഹൂദ മതത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ഈ പൗലോസ് ക്രിസ്തു സഭയെ പീഡിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ദമസ്കോസിലേക്ക് കയറി ചെല്ലുമ്പോൾ തമ്പുരാന്റെ ആത്മാവ് അവനെ പിടിച്ച് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് അവൻ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന്, മൃഗവാഹനത്തിൽ നിന്ന് താഴെ വീണ് അനനിയാസിനെ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് അയച്ച് അവൻ്റെ കൈവച്ച് ശൗലിനെ കൃപയ്ക്ക് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി വേർതിരിച്ച് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശൗല് ഒരു ദൈവ വൈതലായി മാറുകയാണ്. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ദൈവം അവന് തിരികെ കൊടുക്കുകയാണ്. അന്നു മുതൽ അവൻ ഏത് സഭയെ പീഡിപ്പിച്ചോ, ഉപദ്രവിച്ചോ, ഏത് മക്കളെ നശിപ്പിച്ചോ, ആ സഭയെ, ആ മക്കളെ ഉറപ്പിക്കുവാൻ ദീർഘലേഖനങ്ങൾ എഴുതിപ്പിച്ച ദൈവത്തിൻ്റെ പദ്ധതി. ഈ പൗലോസ് പിന്നീട് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. പൗലോസിന്റെ പ്രസംഗവും പൗലോസിന്റെ പഠിപ്പീരും പൗലോസിന്റെ ലേഖനങ്ങളും വായിച്ചാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 12 ശിഷ്യന്മാർ ഒരുവനാണോ എന്ന് പോലും ചിന്തിച്ച് പോകത്തക്ക നിലയിൽ, എന്ന് പറഞ്ഞാൽ പത്രോസിനേക്കാൾ, യോഹന്നാനേക്കാൾ കൂടുതൽ വെളിപ്പാട്, ക്രിസ്തു വെളിപ്പാട് അകത്ത് കിട്ടി പൗലോസിന്. ഇത് ആ ജാതിക ശക്തിയിൽ നിന്നും ദൈവകൃപയിലേക്ക് വന്ന പൗലോസിന്റെ അകത്ത് ക്രിസ്തു വെളിപ്പാട് കിട്ടിയപ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നു. പൗലോസിന് പറഞ്ഞ ആ വാക്ക് പത്രോസൊന്നും പറഞ്ഞിട്ടില്ല. പത്രോസ് പറഞ്ഞ ആ വാക്ക് യോഹന്നാനോ അന്ത്രയോസോ ഒന്നും
അവിടെ അത് പറഞ്ഞിട്ടില്ല. 12 ശിഷ്യന്മാർ ഒരു വ്യക്തി പോലും ആ ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനെ നിങ്ങളുടെ ഇടയിൽ വരച്ച് കാണിക്കുന്നു. ഒരു ഡ്രോയിങ് മാസ്റ്റർ ഒരു പടം വരച്ച് കാണിക്കുന്നത് പോലെ ക്രിസ്തുവിനെ വരച്ചിട്ട് ജനത്തിന് കൊടുത്തു. അത്രയ്ക്ക് വെളിപ്പാട്, ക്രിസ്തു വെളിപ്പാട്. ഈ ക്രിസ്തു വെളിപ്പാട് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായി പൗലോസ് തുനിയുമ്പോൾ തനിക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് അടിയും ദുഷിയും പഴിയും നിന്ദയും പരിഹാസവും ജയിലും ചങ്ങലയും ആമവും ഒക്കെയാണ് തനിക്ക് പ്രതിഫലമായി കിട്ടിയത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കർത്താവോ എനിക്ക് തുണ നിന്നു. അപ്പോൾ പ്രസംഗിക്കാൻ പറ്റാത്ത മേഖലകളിൽ, ശുശ്രൂഷ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവിടെ വായിക്കുന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കൊടുക്കണം, പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കഴിയുന്നില്ല. ഒരു ട്രാക്ട് കൊടുക്കാനോ, ഒരു പാട്ട് പാടാനോ, ഒരു പ്രസംഗം നടത്താനോ, യേശുവിനെ പറ്റി ഒരു വാക്കൊരാളോട് പറയാനോ നിങ്ങൾക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ആത്മാ പറയുക, കർത്താവ് അത് പൂർത്തീകരിക്കേണ്ടതിന് നിങ്ങളുടെ ബലഹീനതയിൽ അവൻ തുണ നിൽക്കും. അവൻ നിങ്ങളെ സഹായിക്കും, അവൻ നിന്നെ ശക്തീകരിക്കും. ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയത്തിൽ പാതി വഴി അടഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയാതെ എവിടെയോ നിങ്ങൾ സ്റ്റക്കായി കിടക്കുന്നെങ്കിൽ, ആരും നിങ്ങൾക്ക് തുണയില്ലെങ്കിൽ, ഭർത്താവ് നിങ്ങൾക്ക് തുണ കാണില്ല, ഭാര്യ നിങ്ങൾക്ക് തുണ കാണില്ല, മക്കൾ നിങ്ങൾക്ക് തുണ കാണില്ല, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ സഭയോ പള്ളിയോ ആരും നിങ്ങൾക്ക് തുണ കാണില്ല. പക്ഷെ കർത്താവ് നിങ്ങൾക്ക് തുണ നിൽക്കും. പൗലോസിന് ക്രിസ്തു തുണ നിന്നോ, അവന്റെ പ്രതിസന്ധിക്കകത്ത്, വേദനയ്ക്കകത്ത്, കഷ്ടതയ്ക്കകത്ത് തുണ നിന്നോ, അതേപോലെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഇവിടെ പ്രസംഗം പൂർത്തീകരിപ്പിക്കാതിരിക്കാൻ, അത് നിവർത്തിപ്പിക്കാതിരിക്കാൻ, സകല ജാതികളും അത് കേൾക്കാതെ ഇരിക്കാൻ പോരാടിയെങ്കിലും കർത്താവ് തുണ നിന്നപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് അവനെ ശക്തീകരിച്ചു. അതാണ് 2 തിമോഥെയോസ് 4:17 പറയുന്നത്. അവിടെ ഒരു വാക്കിങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കാരണം ആ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യം വളരെ പ്രബലപ്പെട്ടു നിൽക്കുന്ന സമയമാണ്. ഇവരുടെ ഈ സുവിശേഷം എത്തിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ആ കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തിയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറോ ചക്രവർത്തി പൗലോസിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി, മിഷൻ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാനും ദർശനത്തെ ഇല്ലായ്മ ചെയ്യാനും നോക്കുമ്പോൾ പൗലോസ് പറയുക, ആ സിംഹത്തിന്റെ വായിൽ നിന്നും എന്നെ രക്ഷിച്ചു. മറ്റൊരർത്ഥത്തിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് മരണമെന്ന സിംഹത്തിന്റെ വായിൽ നിന്ന്, അല്ലെങ്കിൽ സാത്താൻ എന്ന സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് മറ്റു വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ 3 ആശയങ്ങൾ. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് പഠനാർത്ഥം ഞാൻ വായിച്ചപ്പോൾ കിട്ടിയത് 3 അർത്ഥങ്ങളാണ്. ഒന്ന്, നീറോ ചക്രവർത്തിയുടെ വായിൽ നിന്ന്, കയ്യിൽ നിന്ന് പൗലോസ് രക്ഷപ്പെട്ടു. മറ്റൊന്ന്, മരണമെന്ന ആ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റൊന്ന്, സാത്താൻ എന്ന ഈ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. നമ്മുടെ ദൈവം സിംഹത്തിന്റെ വായെ അടയ്ക്കുന്നവനാ, എരിയുന്ന തീയെ കെടുത്തുന്നവനാ, പുകയുന്ന അന്തരീക്ഷത്തിനകത്ത് ജയം തരുന്നവനാ. നമുക്കറിയാം ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടത്, ചന്ദ്രക്ക് മേശക്ക് അഹേന്ദ്രകവും 3 പുരുഷന്മാരെ എരിയുന്ന തീച്ചുളയിലിട്ടത്. സിംഹത്തിന്റെ വായ അടച്ചില്ലേ? തീയുടെ ശക്തിയെ കെടുത്തിയില്ലേ? നോക്കുക, പ്രാർത്ഥിക്കുന്നവൻ, ഉപദേശത്തിൽ നിൽക്കുന്നവൻ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവൻ നിമിത്തം തീ പാതി മടങ്ങ് കത്തിയില്ലേ? സിംഹം പട്ടിണി കിടത്തി അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഒരു കടിയും ഒരു കുടച്ചിലും കൊണ്ട് ഭക്തനെ തീർക്കാമായിരുന്നു, പക്ഷെ സിംഹം തൊട്ടില്ലല്ലോ. ഒരു തീയുടെ മണം കൊണ്ട് ആ മനുഷ്യരെ 3 പേരെയും കരിക്കട്ടയാക്കാമായിരുന്നല്ലോ, രോമം കത്തിയില്ലല്ലോ. സിംഹത്തിന്റെ വായിൽ നിന്നും എരിയുന്ന തീച്ചൂളയിൽ നിന്നും വിടുവിച്ചത് പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നെങ്കിൽ, ഇവിടെ ഇത് പൗലോസിന്റെ മിഷൻ യാത്രയിൽ പലപ്പോഴും സിംഹത്തിന്റെ വായിൽ പൗലോസ് വീണതാ. പക്ഷെ നീറോയുടെ മുമ്പിൽ നിന്നും കർത്താവിനെ രക്ഷിച്ചു.
മരണത്തിന്റെ പാശങ്ങളിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ചു. സാത്താന്റെ കയ്യിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ചു. ഇന്ന് രാവിലെ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരെ, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, മനസ്സ് തുറന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, സിംഹത്തിന്റെ വായിൽ നിന്ന് നിങ്ങളെ എത്ര വട്ടം കർത്താവ് രക്ഷിച്ചു? ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഏതെല്ലാം നിലയില സിംഹം നിങ്ങൾക്കെതിരെ വാ പിളർന്നു വന്നത്, തീയായി വന്നത്, കടിച്ചു കീറുന്ന സ്വഭാവത്തിൽ, എരിയുന്ന, എരിച്ചു കളയുന്ന, കരിച്ചു കളയുന്ന സ്വഭാവത്തിൽ നമുക്ക് നേരെ കടന്നു വന്നില്ലേ? ആ തീയിൽ നിന്നും സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിച്ച് ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്നതുപോലെ പൗലോസിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചില്ലേ? സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ, മരണത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ, നീറോ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ നിങ്ങളെയും വിടുവിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ ഭർത്താവിനെ വിടുവിക്കും, നിങ്ങളുടെ ഭാര്യയെ വിടുവിക്കും, നിങ്ങളുടെ ജോലിയെ വിടുവിക്കും. നിങ്ങളുടെ ആയുസ്സിനെ ദൈവം തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. സിംഹം നിങ്ങളെ കടിച്ചു കീറില്ല. ദൈവം നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ചിലത് നിവർത്തിക്കപ്പെടും. ശുശ്രൂഷ നിവർത്തിക്കപ്പെടും. ആരോഗ്യം നിവർത്തിക്കപ്പെടും. നന്മകൾ നിവർത്തിക്കപ്പെടും. 2 തിമോഥെയോസ് 4:17 നിവർത്തിച്ച് ജാതികളുടെ മുമ്പിൽ നീ അനുഗ്രഹിക്കപ്പെടും. ജാതികളുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കും. സിംഹം നിന്നെ തൊടത്തില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ദൂതനായ സ്തോത്രം. സിംഹം തൊടത്തില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൂതനായ സ്തോത്രം. ദൈവശക്തിക്കായി സ്തോത്രം. സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന ദൈവമേ, എരിയുന്ന തീച്ചൂളയുടെ ശക്തിയെ, മണത്തെ കെടുത്തുന്ന ദൈവമേ, ഇന്ന് രാവിലെ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ കൃപയിൽ നിർത്തണമേ. ഞങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ. ഞങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയായവനാണ്. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ജീവിപ്പിക്കുന്ന, കൃപയിൽ നിർത്തുന്ന അവിടുത്തെ അഭിഷേകത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ മിനിസ്ട്രിയെ നിങ്ങൾ പരിചയപ്പെടുത്തുക. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും മറ്റുള്ള സമയങ്ങളിലുള്ള ശുശ്രൂഷകളും ഈ ചാനൽ വഴി നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. ഒരു സിംഹവും നിങ്ങളെ കടിച്ചു കീറില്ല. കർത്താവ് അത് അനുവദിക്കുകയില്ല. ആമേൻ.